കോഴിക്കോട് ഡി-സോൺ കലോത്സവത്തിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ കെ.എസ്.യു നേതാക്കൾ സ്ഥിരം കുറ്റവാളികളാണെന്ന് റിപ്പോർട്ട്. വധശ്രമവും ഭവനഭേദവും ഉൾപ്പെടെ 18 കേസുകൾ കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ പേരിലുണ്ട്. 5-ാം പ്രതി സച്ചിൻ 7 കേസുകളിലും 6-ാം പ്രതി സുദീപ് 4 കേസുകളിലും പ്രതിയാണ്. സൂരജ് അജി തൃശൂരിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ സൂരജ്. ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സംഘർഷത്തിൽ പ്രതികളായ കെ.എസ്.യു നേതാക്കളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഈ കേസിലെ 1-ാം പ്രതിയായ ഗോകുൽ ഗുരുവായൂർ കെ.എസ്.യുവിന്റെ ജില്ലാ പ്രസിഡന്റാണ്. 18 കേസുകളിൽ ഗോകുൽ ഗുരുവായൂർ പ്രതിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭവനഭേദന കേസിലും ഗോകുൽ ഗുരുവായൂർ പ്രതിയാണ്. വധശ്രമ കേസ് ഉൾപ്പെടെ 18 കേസുകളാണ് ഗോകുൽ ഗുരുവായൂരിന്റെ പേരിൽ ഉള്ളതെന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഡി-സോൺ കലോത്സവത്തിലെ ആക്രമണം ഉൾപ്പെടെ 5 വധശ്രമ കേസുകളാണ് ഗോകുൽ ഗുരുവായൂരിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5-ാം പ്രതിയായ സച്ചിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിൽ 7 കേസുകളുണ്ട്. 6-ാം പ്രതിയായ സുദേബ് 4 കേസുകളിൽ പ്രതിയാണ്. ഈ മൂവരും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിമാൻഡിൽ കഴിയുകയാണ്. തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ ടെമ്പിൾ പോലീസ്, കുന്നംകുളം ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ഗോകുലിനെതിരെ കേസുള്ളത്.